വെൽക്കം ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഓഡിറ്റ്. അപ്പം കൊമേഴ്സിൽ നമ്മൾ ഓൾമോസ്റ്റ് എവറി ടോപ്പിക്സ് കവർ ചെയ്ത് ഇങ്ങനെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന എവിടെയാ? ഓഡിറ്റിങ്ങിലാണ് അല്ലേ? നിങ്ങൾ ഇപ്പോൾ 6th സെമസ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആയിരിക്കില്ലേ ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്താ ഈ ഓഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? വാട്ട് യു മീൻ ബൈ ഓഡിറ്റ്? സിംപ്ലി നമ്മൾ ഓഡിറ്റിനെ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്തു വെച്ച് നമുക്കറിയാം ഒരു ബിസിനസ്സിലുണ്ടാവുന്ന എല്ലാ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് ട്രാൻസാക്ഷൻസ്, നോൺ ട്രാൻസാക്ഷൻ, എവറിത്തിങ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ആ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ആക്യുറേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ഓഡിറ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഓഡിറ്റ്? നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് അതുപോലെ തന്നെ നോൺ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പം ഈ ഒരു ഓഡിറ്റിൻ്റെ ഒരു ഡെഫിനിഷൻസിലോട്ട് നമുക്ക് പോവാം. ഓഡിറ്റ് ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ഓഫ് എ ഫിനാൻഷ്യൽ ഓർ എ നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എനി എൻറ്റിറ്റി when such an explanation is conducted with a view to express a opinion there. അതായത് ഒരു ബിസിനസ് എൻറ്റിറ്റിയിലുള്ള ട്രാൻസാക്ഷൻസും നോൺ ട്രാൻസാക്ഷൻസുമായിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് എക്സാമിൻ ചെയ്യുന്നു അല്ലേ? എക്സാമിൻ എന്ന് പറഞ്ഞാൽ എന്താ? വെരിഫൈ ചെയ്യുന്നു. അവരെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വെരിഫൈ ചെയ്യുന്നു. അതായത് ബിസിനസ് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ അപ്രോപ്രിയേറ്റീവ് ആയിട്ടാണോ, എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഉണ്ടോ? ഒരുപാട് മിസ്റ്റേക്സുകൾ പറ്റൂലേ? നമുക്കറിയാം ഈ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഹ്യൂമൻസ് അല്ലേ? അപ്പോൾ ഹ്യൂമൻസിന് എറർ ഒക്കെ ചെയ്യാൻ ചാൻസസ് ഇല്ലേ? ഡെഫിനറ്റ്ലി ഉണ്ട് അല്ലേ? എല്ലാവർക്കും മിസ്റ്റേക്സുകൾ വരാൻ ചാൻസസ് ഉണ്ട് അല്ലേ? മീൻസ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആരും തന്നെ പെർഫെക്റ്റ് അല്ലല്ലേ? ഇപ്പം നമ്മൾ CUT എക്സാമിന് പഠിക്കുന്ന സമയത്ത് നമുക്കും ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിലുള്ള ഓരോ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളും വരും. എങ്ങനെയൊക്കെ മിസ്റ്റേക്സ് വരും? അതായത് ചിലപ്പോൾ എൻട്രികൾ മാറിപ്പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പർച്ചേസിങ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ട കാര്യങ്ങൾ സെയിൽസിൽ കൊണ്ടുവച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ സെയിൽസിലുള്ളത് പർച്ചേസിലുണ്ടാവും. ചില സമയത്ത് ചില ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാൻ കംപ്ലീറ്റ്ലി നമ്മളോട് മറന്നു പോവും. ചില സമയത്ത് എമൗണ്ട് ചിലപ്പോൾ കൂടിയ എമൗണ്ട് ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക, അതുപോലെ തന്നെ കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇവിടെ നിന്നായിരിക്കും പരിഹരിക്കുക. ഈ ഒരു ഓഡിറ്റിംഗ് പ്രോസസ്സിലേക്കും പരിഹരിക്കുക. നമുക്കറിയാം അക്കൗണ്ടിങ്ങിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടോപ്പ് ലെവലിലേക്ക് സെൻഡ് ചെയ്യണം അല്ലേ? ടോപ്പ് ലെവലിലേക്ക് ഇൻഫോം ചെയ്യണം. ഈ ടോപ്പ് ലെവൽ ആ ഒരു ബേസിലേക്ക് നമുക്ക് നെക്സ്റ്റ് ഉള്ള കാര്യങ്ങളും പ്ലാനും കാര്യങ്ങളും ഡിസിഷൻസും ഒക്കെ എടുക്കുക. അപ്പോൾ ഒരു തെറ്റായ ഒരു ഫാൾസ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, ഫാൾസ് ഇൻഫർമേഷൻ ഒരിക്കലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം, കറക്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ എന്താക്കാൻ പറ്റൂ? ഇൻഫോം ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈ ഓഡിറ്റിംഗ് പ്രോസസ്സ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എ ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. കൊണ്ടാണ് ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻ്റ്, ബിസിനസ് എൻറ്റിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ നോക്കൂ, ഈ ഒരു മീനിങ് തന്നെ നോക്കൂ. ഓഡിറ്റ് ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ഓഫ് എ ഫിനാൻഷ്യൽ ഓർ എ നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അതായത് ഫിനാൻഷ്യൽ പറഞ്ഞാൽ എന്താ? നമ്മുടെ എക്കണോമിക് ആയിട്ടുള്ള ട്രാൻസാക്ഷനും അല്ലാത്ത നോൺ ഫിനാൻഷ്യൽ ആയിട്ട് ഇക്കണോമിക് അല്ലാത്ത ഒരുപാട് ട്രാൻസാക്ഷൻ ബിസിനസ്സിൽ നടക്കൂലേ? അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളും ഇൻഫർമേഷൻസുകളിലൊക്കെ എക്സാമിൻ ചെയ്യാതിന് അതേ വെരിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ when such an examination is conducted with a view to express a opinion. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്? ഒരു ഒപ്പീനിയൻ മീൻസ് ആ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഒപ്പീനിയൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ ഒപ്പീനിയൻ അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യൂലേ? അത് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. എന്നിട്ട് ആ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് ടോപ്പ് ലെവലിലേക്ക് സെൻഡ് ചെയ്യും. ഈ ഒരു ഓഡിറ്റിംഗ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ആരാണ് നടത്തുന്നത്? ഓഡിറ്റർ ഇല്ലേ? നമുക്കറിയാം ഓഡിറ്ററാണ് ഈ ഓഡിറ്റ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതും. ഓഡിറ്റിങ്ങിന് ഒരുപാട് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഓഡിറ്ററാണ് വെക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ബിസിനസ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഓഡിറ്റിങ് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടതല്ലേ? അപ്പോൾ ആ ഒരു ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയേക്കണം ആ ഒരു ബിസിനസ്സിലുള്ള ഇക്കണോമിക്കലായിട്ടുള്ള ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസോ അതോ നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനോ ഒന്ന് വെരിഫൈ ചെയ്യുകയോ എക്സാമിൻ ചെയ്യുകയോ പറഞ്ഞതിനെയാണ് എന്ത് പറയുന്നത്? ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് ഈ ഓഡിറ്റിംഗ് കണ്ടെയ്ൻസ് നോക്കാം. ഇങ്ങനെ ഇൻ്റലിജൻസ് ആൻഡ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് ദ ബുക്ക് ഓഫ് ദ അക്കൗണ്ട് ഓഫ് എ ബിസിനസ്. എന്താ ഇവിടെ പറഞ്ഞത്? ഒരു ബുക്ക് ഓഫ് അക്കൗണ്ട് ഇല്ലേ, നമ്മുടെ ഫിനാൻഷ്യൽസ് ബുക്ക് ഓഫ് അക്കൗണ്ട്, ബിസിനസിൻ്റെ ബുക്ക് ഓഫ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ, ട്രേഡിംഗ് അക്കൗണ്ട്, ബിസിനസ് ട്രാൻസാക്ഷൻ, ഇതിലുള്ള എല്ലാ അതിനെയൊക്കെ ഒന്ന് ക്രിട്ടിക്കലായിട്ട് എക്സാമിൻ ചെയ്യാൻ, ഒന്ന് ഡീപ്പായിട്ടൊന്ന് എക്സാമിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഡൺ ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് ക്വാളിഫൈഡ് പേഴ്സൺ. നമുക്ക് എല്ലാവർക്കും പോയി ഓഡിറ്റിംഗ് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന് ഒരു ക്വാളിഫൈഡ് പേഴ്സൺ തന്നെ വേണം അല്ലേ. ബിസിനസ് ഓർഗനൈസേഷനിലുള്ള മറ്റു ജോലികൾ ചെയ്യുന്നത് പോലെ എല്ലാവർക്കും അവിടെ എന്തുള്ള ഒരു ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു ബിസിനസ് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് അല്ലേ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതൊന്നും ആർക്കും എല്ലാവർക്കും പോയി ചെക്ക് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അതിന് പ്രത്യേകമായിട്ട് ക്വാളിഫൈഡ് പേഴ്സൺസിന് മാത്രമേ അവിടെ എന്തുള്ളൂ, റൈറ്റ് ഉള്ളൂ അല്ലേ. അതാണ് ഓഡിറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ വൗച്ചർ, ഡോക്യുമെന്റ്, ഇൻഫർമേഷൻ, എക്സ്പ്ലനേഷൻ റിസീവ്ഡ് ഫ്രം ദ ക്ലയൻസ്. അതായത് ഈ ഓഡിറ്റിംഗ് എങ്ങനെയാണ് നടക്കുന്നത്? ഒരുപാട് ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് എടുക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ടാവില്ല. എന്തൊക്കെയാണ് അവിടുത്തെ ഡോക്യുമെന്റ്സ്? വൗച്ചർ ഉണ്ടാവും, ഡോക്യുമെന്റ്സ് ഉണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു ഓഡിറ്റർ ക്ലയൻസ് അവിടെയുള്ള എംപ്ലോയീസിൽ നിന്നും കളക്ട് ചെയ്തിട്ട് ആ വൗച്ചേഴ്സും ഡോക്യുമെന്റ്സുകളൊക്കെ ചെക്ക് ചെയ്യാണ് ചെയ്യുക. Okay, then the auditor satisfy himself with the authenticity of a financial account prepared for particular period. അതായത് ഒരു വർഷം നമുക്കറിയാം ഒരു ഫിനാൻഷ്യൽ പീരീഡിലേക്കാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയ സമയത്ത് ഓഡിറ്ററിന് ഫീൽ ചെയ്യാണ് അതിലൊരു മിസ്റ്റേക്കും കാര്യങ്ങളൊന്നുമില്ല, ഓക്കെ ഇത് ആക്യുറേറ്റ് ആണ്, ഓതൻസിറ്റി ആണ് എന്ന് ഫീൽ ചെയ്താൽ, അവർ ആക്യുറേറ്റ് ആണെന്ന് ഫീൽ ചെയ്ത് എന്ത് ചെയ്യും? അത് ടോപ്പ് ലെവലിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഓഡിറ്റിങ്ങിലെ ഏറ്റവും ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ ഈസിയാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഇൻ്റലിജൻ്റ് ആൻഡ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ആണ്. അതുപോലെ തന്നെ ഇതൊരു ക്വാളിഫൈഡ് പേഴ്സൺ ആയിരിക്കും ഇത് കണ്ടക്ട് ചെയ്യുക. എവിടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഇവർ കളക്ട് ചെയ്യുന്നത്? ഒരുപാട് ഡോക്യുമെൻറ്റ്സും വൗച്ചേഴ്സും ഇൻവോയ്സസും അങ്ങനെയുള്ളതിനൊക്കെ ആയിരിക്കും ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓഡിറ്ററിന് ഇപ്പോൾ സാറ്റിസ്ഫൈ ചെയ്തതിന് ഒതൻസിറ്റി, അതായത് അതിന് നല്ലൊരു മീൻസ് ആക്യുറേറ്റ് ആണെന്ന് സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം ആ ടോപ്പ് ലെവലിലേക്ക് അത് സെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ അതിനുശേഷം എന്ത് ചെയ്യും? ഒരു ഫിനാൻഷ്യൽ മീൻസ് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവർ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫൈനലൈസ് ചെയ്യും. ഓക്കെ, പിന്നെ ഉള്ളത് ഒബ്ജക്റ്റീവ് ആണ്. പ്രൈമറി ഒബ്ജക്റ്റീവ് ഉണ്ട്, സെക്കൻഡറി ഒബ്ജക്റ്റീവ് ഉണ്ട്. ഇതിൽ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആസ് പെർ ദ സെക്ഷൻ 143 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, the primary objective of the auditor is to report to the owner that the account and financial statement give a true and fair view of the statement of the company affair as the end of the financial year. ഈ ഒരു ഓഡിറ്റിങ്ങിൻ്റെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓഡിറ്റർ മീൻസ് ബിസിനസ് എൻറ്റിറ്റി, അതായത് ടോപ്പ് ലെവൽ മാനേജേഴ്സിന് ഇൻഫോം ചെയ്യും നിങ്ങളുടെ പ്ലാൻ മീൻസ് അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആസ് പെർ ദ റൂൾസ് പ്രകാരം, അതുപോലെ തന്നെ അതിലൊരു മിസ്റ്റേക്സും കാര്യങ്ങളും ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ടോപ്പ് ലെവലിലേക്ക് അത് സെൻഡ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റർ ഈസ് ടു റിപ്പോർട്ട് ദ ഓണർ ദാറ്റ്, അതായത് ഒരു ബിസിനസ്സിങ് ഓണറിനെ റിപ്പോർട്ട് ചെയ്യുന്നു, അവർക്ക് ഇൻഫോം ചെയ്യുന്നു ഇത് ബിസിനസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൽ യാതൊരുവിധ മിസ്റ്റേക്സും ഇല്ല, ഓഡിറ്റർ സാറ്റിസ്ഫൈ ആണ് എന്ന് ഓണറിനെ ഇൻഫോം ചെയ്യും. അത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്രൈമറി ഒബ്ജക്റ്റീവ് ആണ്. ഇനി സെക്കൻഡറി നോക്കാം. Secondary objective means it is also called the incidental objective as it is incidental objective as it is to satisfaction of the main അതായത് നമുക്കറിയാം ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ഒരു ബിസിനസ്സിന് ഉണ്ടാകുന്ന ഒരു മെയിൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ? ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. എന്തുകൊണ്ടാണ് ഒരു ഓഡിറ്റിംഗ് എന്ന് പറയുന്ന മെയിൻ ഒബ്ജക്റ്റ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓഡിറ്റിംഗ് നടക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിറ്റക്ഷൻസ് ആൻഡ് പ്രിവെൻഷൻസ് ഓഫ് എ ഫ്രോഡ്, ഡിറ്റക്ഷൻസ് ആൻഡ് പ്രിവെൻഷൻസ് ഓഫ് എ മിസ്റ്റേക്സും കാര്യങ്ങളും. അപ്പോൾ ഇവിടെ മിസ്റ്റേക്സ് എന്നുണ്ട്. അപ്പോൾ ഒരുപാട് തെറ്റുകളും ഞാൻ നേരത്തെ ഫസ്റ്റിൽ തന്നെ പറഞ്ഞതുപോലെ എൻട്രീസുകൾ മാറി റെക്കോർഡ് ചെയ്യുന്നതുണ്ടാവും, ചിലത് ഫോർഗോട്ട് ചെയ്യുന്നതുണ്ടാവും, മറന്നു പോകുന്നതുണ്ടാവും, ചില എമൗണ്ട്സുകൾ കൂടി റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ചില കുറഞ്ഞ് റെക്കോർഡ്. ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും എന്ത് സഹായിക്കുന്നുണ്ട്? ഓഡിറ്റിങ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പം പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താ പറഞ്ഞു, സെക്കൻഡറി ഒബ്ജക്റ്റ് എന്താ പറഞ്ഞു, നമ്മൾ ക്ലിയർ ആയി അല്ലേ?
അപ്പം ഇത്രയുമാണ് ബേസിക്കലി ഈ ഒരു ഏരിയാസ് നമുക്ക് നോക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് ഈ ഒരു ഏരിയാസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ, വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ തന്നെ ചെറിയൊരു ഏരിയാസ് ആണ്, നമുക്ക് വായിച്ചാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഏരിയാസ് ആണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻസ് ആവും കേട്ടോ. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രം മൈ ഫ്രീ എഡ്യൂക്കേഷൻ.